നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ആശങ്ക എനിക്കുണ്ട്. രണ്ട് തരത്തിലാണ്. ഒന്ന് ഇവരെല്ലാവരും ഇപ്പോൾ ഈ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരുന്ന മനോരമയും ഏഷ്യാനെറ്റും അടക്കമുള്ള മാധ്യമങ്ങൾ പോലും അറിഞ്ഞോ അറിയാതെയോ ഇവരുടെ ഈ പെയ്ഡ് ക്യാമ്പയിന് ഭാഗമാവുന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഒന്ന്. രണ്ട്, ഈ ടെലിവിഷൻ സംസ്കാരം അടിമുടി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ചാനൽ, ഞാനെടുത്ത് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയാം, ഞാൻ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നതാണ്, റിപ്പോർട്ടർ ചാനൽ, അങ്ങേക്കത് പറയാൻ പറ്റുന്നില്ല. അവർക്ക് നമുക്ക് ഒരിക്കലും നമുക്കൊരു വേസ്റ്റ് സിനോറിയയിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് മാധ്യമപ്രവർത്തനത്തെ മാറ്റിയിരിക്കുന്നു. എന്ത് ചെയ്യും നമ്മുടെ ഈ സമൂഹം, ഈ മാധ്യമം? വളരെ ഗ്രേവ് സിറ്റുവേഷനാണ്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്. ഇനി അടുത്ത റൗണ്ട് ഓഫ് ഇലക്ഷൻസ് വരുമ്പോഴേക്കും സഫിഷ്യൻറ്റ് മണി പവർ ഉള്ള ഒരു പാർട്ടി ഇൻ പവറോ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റോ മറ്റോ മാധ്യമങ്ങളുടെ ഓണർഷിപ്പ് 2 മാസത്തേക്ക് റെൻറ്റിന് എടുക്കുമെന്ന് പോലും എനിക്ക് പേടിയുണ്ട്. സംഭവിക്കാമല്ലോ. കരാറിലെത്താമല്ലോ. പ്രധാന മാധ്യമങ്ങളിലെല്ലാം ഞാൻ പറയുകയാണ്, നിങ്ങളുടെ എഡിറ്റ് പേജ് 4 പേജുകൾ ഞാൻ തരും. മാധ്യമത്തിൻ്റെ പ്രവർത്തന ചെലവ്, ഈ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി ഇറ്റ് ഈസ് ദ എക്സ്പെൻസ് കോസ്റ്റ് ദാറ്റ് ഗോസ്. ഇപ്പോൾ ഒരു പരിധിവരെ ഇതെത്തി അല്ലേ? ഇപ്പം നേരത്തെ ഈ എല്ലാ പത്രങ്ങളിലും സർവേകളെല്ലാം ഇടതനുകൂലം പറഞ്ഞൊരു വാർത്ത എല്ലായിടത്തും വന്നു. പിന്നീട് അന്വേഷിച്ചപ്പോൾ പരസ്യമാണ്. അത് ഏറ്റവും വലിയൊരു അൺഎത്തിക്കലായ കാര്യമല്ലേ? ഞാനൊരു വാർത്ത ഒരു അഡ്വർടൈസറിൻ്റെ നിന്ന് പണം എടുത്തുകൊണ്ട് അഡ്വർടൈസ്മെൻ്റ് ആണെന്ന് സൂചിപ്പിക്കാതെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു മീഡിയയിലും അത് എൻകറേജ്ഡ് അല്ല. അത് ഇൻ്റർനാഷണലായിട്ട് ഇപ്പോൾ യു ആർ റീഡിങ് ഓൾ ദി ഇൻ്റർനാഷണൽ പേപ്പേഴ്സ്, അതിലെ ഒരു റിപ്പോർട്ടർ ഒരു വാർത്ത കൊടുക്കുമ്പോൾ വാർത്ത തന്ന ആൾ പിന്നെ സബ്സ്റ്റാൻഷ്യൽ അയാൾ ട്രാൻസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അടിയിൽ ബ്രാക്കറ്റിലിടും ട്രാൻസ്പോർട്ട് ദ സൈറ്റ് വാസ് പ്രൊവൈഡഡ് ബൈ അല്ലേ? ഞാൻ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഇൻഷുറൻസ് അല്ലെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട മൊബൈൽ ഫോൺ വാങ്ങുന്നതായിരിക്കും ഈ കൊടുക്കുന്നത്. ഏറ്റവും നല്ലതാണ്, ഇത് കൊടുക്കും. എന്നിട്ട് അടിപ്പടിയും ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു കമ്മീഷൻ കിട്ടും എന്ന് എഴുതി അത് ഡിക്ലെയർഡ് ആണ്. അപ്പോൾ നമ്മുടെ അഡ്വർടൈസിങ് ലോസ് നോംസ് ഇതൊക്കെ വളരെ വീക്കായിട്ടാണ് കാണിക്കുന്നത്. അത് ഏത് എക്സ്റ്റെൻറ്റ്, ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ട്രസ്റ്റ് നോ മീഡിയ. ഞങ്ങളെ വിശ്വസിക്കും. നിങ്ങൾ അഡ്വർടൈസിങ് എടുക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കേസ്. ഞങ്ങൾ എടുക്കുന്നില്ല. മറ്റ് ബയസുകൾ ചിലപ്പോൾ വരുന്നുണ്ടാവും, നിങ്ങളുടെ എഡിറ്റോറിയൽ ബയസുകൾ വരുന്നുണ്ടാവും. ബയസ് ഒന്നുമില്ല. അതായത് ഈ ഞങ്ങൾക്കൊരു നമ്മുടെ ഒരു വ്യത്യാസം, ഞാൻ ബ്രിട്ടീഷ് പത്രങ്ങളെ കണ്ടതാണ്. ഇവിടെ നമ്മൾ മനഃപൂർവ്വം ഇവരൊരു നിഷ്പക്ഷതയെന്ന് പറയുന്നത് കാണിക്കാൻ ശ്രമിക്കും തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നമ്മളൊരു. പക്ഷെ ബ്രിട്ടീഷ് മാധ്യമങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നത്, ഈ ഡേവിഡ് കാമറോൺ 2ാമത് മത്സരിക്കുമ്പോൾ ഡേവിഡ് കാമറോണെ ഡ്രാക്കുളയുടെ ചിത്രമാക്കി ഭയങ്കര സ്കെച്ചിങ്, എന്നിട്ട് അത് 1ാം പേജ് പടം കൊടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് അന്ന്. ഇയാളെ സൂക്ഷിക്കുക, അതാണ് നമ്മുടെ പോളിസി. ഇടതുമുന്നണിയെ എതിർക്കാനാണ് നമ്മുടെ പോളിസിയെങ്കിൽ അവരെ വോട്ട് ചെയ്യരുത് എന്ന് പറയും. പക്ഷെ നമ്മൾ സർവേ മര്യാദ കാണിക്കും. ജനങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ എൻ്റെ ഇഷ്ടം, ഞാനിപ്പോൾ ഞങ്ങളുടെ സർവേ വരാൻ പോകും, എൻ്റെ അഭിപ്രായം ഞങ്ങളുടെ സർവേ വരാൻ പോകും. സർവേ വരുമ്പോൾ LDF വീണ്ടും ഭരണമാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത്, നിർഭാഗ്യവശാൽ സർവേ 2021 അതായിരുന്നു. സർവേ ഇടതുപക്ഷം എനിക്ക് അനുകൂലമായിരുന്നു, ഞങ്ങൾ അവർക്കെതിരായിരുന്നു. എനിക്ക് പ്രാർത്ഥന മുഴുവൻ ഒരു വരരുന്നാണ്. പക്ഷേ സർവേ ഇങ്ങനെ കാണിക്കുക.